സുഹൃത്തുക്കളെ, ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അതാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്കതിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കാൻ. അതായത് കാക്കകളുടെ ഒരു ജീവിതം. കാക്ക അതിൻ്റെ കൂട്ടിനുള്ളിൽ മുട്ടയിടുന്നു. അത് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഒരു പരിധിവരെ അതിനെ വളർത്തും. അതിന് വേണ്ടതെല്ലാം ആ കൂട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ ആ കാക്ക കുഞ്ഞുങ്ങളെ വലിയ കാക്കകൾ അത് കൊത്തി താഴോട്ടിടും. ഇത് വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു ജീവിയെ അതിൻ്റെ മാതാപിതാക്കൾ തന്നെ താഴേക്ക് കുത്തിയിടുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെയൊക്കെ സംബന്ധിച്ച് അനുകമ്പയും അല്ലെങ്കിൽ കരുണയും ഉള്ള ഒരു പ്രവൃത്തിയാണ്. ആ കരുണ മാത്രം കാണിച്ചാൽ ആ ജീവി അല്ലെങ്കിൽ ആ കാക്ക സ്വയം പര്യാപ്തതയിലേക്ക് വരുത്തില്ല എന്നുള്ള കാഴ്ചപ്പാട് അതിനുണ്ട്. അത് സ്വന്തമായിട്ട് ചിറകുകൾ ഉയർത്തി പറന്നു പോകണം. എന്നാൽ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വയം തൻ്റെ കഴിവുകൾ പുറത്തെടുത്ത് ഈ അനന്തതയിലേക്ക് വായുവിലേക്ക് പറന്നുയരുകയും അങ്ങനെ ഇര തേടുകയും അതിന് ജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ മാതാപിതാക്കളായ കാക്കകൾക്കറിയാം. കുഞ്ഞു കാക്കയ്ക്ക് അത് അറിഞ്ഞുകൂടാ. അത് കൂട്ടിനകത്തിരിക്കുമ്പോൾ ആ കൂട്ടിനകത്തേക്ക് എല്ലാ സാധനങ്ങളും, കഴിക്കാനുള്ള സാധനങ്ങളും അതിന് ഉറങ്ങുന്നതിനുള്ള മറ്റു വസ്തുക്കളും എല്ലാം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. സ്വന്തമായിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായി ഇര തേടി ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിനില്ല. അതുകൊണ്ട് അത് ആ കൂട്ടിനകത്ത് സുഖമായിട്ട് തന്നെ കഴിയും. പക്ഷേ എല്ലാ കാലത്തും മാതാപിതാക്കൾക്ക് ഇങ്ങനെ കൊടുക്കാനോ അതിനെ പരിചരിക്കാനോ കഴിയാതെ വരികയും അത് സ്വന്തമായിട്ട് ആഹാര സാധനങ്ങൾ കണ്ടെത്തുകയും വേണ്ടി വരുമെന്ന് അതിൻ്റെ മാതാപിതാക്കളായ കാക്കകൾക്കറിയാം. അപ്പോൾ അത് ദൂരവ്യാപകമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ അതിനെ ആ കൂട്ടിനകത്തുനിന്ന് അവർ തള്ളിയിട്ടിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ തള്ളിയിട്ടിട്ട് ആ കാക്കകൾ പല കാക്കകളുമായിട്ട് ആശയവിനിമയം നടത്തി പല ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരും സ്ഥിതി ചെയ്യും. എന്നിട്ട് ഇതിനെ ദ്രോഹിക്കാൻ വരുന്ന ഏതെങ്കിലും മറ്റു ജീവികൾ, നായയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയോ വന്നാൽ അതിനെ കൊത്തി ചാടിക്കും. മനുഷ്യരും വളരെയധികം സൂക്ഷിച്ചാണെന്നില്ല അതിൽ നിന്ന് കൊത്തു കിട്ടും. അപ്പോൾ ആ ജീവിയെ, ചെറിയ കാക്കയെ സംരക്ഷിക്കുകയും വേണം, അതിനെ വലിയൊരു തത്വം പഠിപ്പിക്കുകയും വേണം. നല്ലൊരു പരിശ്രമത്തിൻ്റെ ഫലമായി മാത്രമേ അവർക്കത് പഠിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കുമോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം കൊണ്ട് അത് ഒന്നും പഠിക്കുന്നില്ല. അതവിടെ ഒരു വലിയൊരു ലോകത്തിലേക്ക് വന്ന് അന്തം വിട്ടു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ നോട്ടവും ഭാവവും എല്ലാം ഏതോ ഒരു മായാപ്രപഞ്ചത്തിൽ അകപ്പെട്ടതുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കഷ്ടിച്ച് മുകളിലോട്ടൊന്ന് കയറാൻ ശ്രമിക്കുക, അങ്ങനെ നടന്ന് പോവുക. മറ്റു കാക്കകളെല്ലാം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെല്ലാം കരഞ്ഞ് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് പറന്നു വരാനാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കാക്കയ്ക്ക് അത്രയും ദൂരം പറന്നു വരാനുള്ള ശേഷിയില്ല. അത് സ്വന്തം ചിറകുകൾ അടിച്ച് മേപ്പോട്ട് ഉയരാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയുടെ ആകർഷണം കൊണ്ട് താഴോട്ട് വീഴും. ആ താഴേക്ക് വീഴുന്നതിനെ അതിജീവിച്ച് വീണ്ടും മുകളിലോട്ട് ശക്തി സംഭരിച്ച് പറന്നുയർന്നാൽ മാത്രമേ അതിന് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ തത്വം അത് മനസ്സിലാക്കുമ്പോൾ അതിന് ഭയമുണ്ടാകും. കുറച്ച് ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് താഴേക്ക് വീഴുന്നതുകൊണ്ട് വീണ്ടും ശ്രമിക്കാതെ ഇരിക്കും. അങ്ങനെ പലതവണ അവിടെ പല ശിഖരങ്ങളിലും പല ഉയർന്ന ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ രാത്രികാലങ്ങളിൽ അതിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ വിചാരിച്ചു അത് മറ്റു കാക്കകളെ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കാണും എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും കാക്കകൾ എല്ലാവരും കൂടി, ഇത് രാത്രിയിൽ എവിടെയായിരുന്നൊന്നും അറിയത്തില്ല, എന്തിൻ്റെയെങ്കിലും തണലിൽ ഇത് ജീവിച്ചിരുന്നിരിക്കും. അതിനുശേഷം പിറ്റേ ദിവസം ഇവരെല്ലാവരും ഇതിനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിനെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്, ഇഷ്ടംപോലെ കാക്കകൾ അത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ പറന്ന് പല സൈഡുകളിലായിട്ട് പല വൃക്ഷങ്ങളുടെ മുകളിലായിട്ടിരിക്കും. അപ്പോൾ ഇതിനെന്തെങ്കിലും പരിക്ക് പറ്റുന്നോ ഇല്ലയോ, ഇതിനെ ആരെങ്കിലും ആക്രമിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ ഒരു വിഭാഗം, അതുപോലെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേറൊരു വിഭാഗം. കുറച്ച് ഉയരങ്ങളിലേക്ക് പറന്ന് അതിൽ നിന്നും കുറച്ച് ഉയരത്തിൽ പറന്ന് അവിടെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇത് അങ്ങോട്ട് വരും. പക്ഷേ പറന്ന് ഉയരാൻ അതിന് സാധിക്കുന്നില്ല. ഇങ്ങനെ പലതവണ ആവർത്തിച്ച് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞു. ഈ 2 ദിവസമായപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പറക്കാനുള്ള ശേഷി സംഭരിച്ചു കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായപ്പോൾ അത് പറഞ്ഞ പോലെ രാത്രിയിൽ അതെവിടെയാണെന്നുള്ള
ഒരു സംശയം ഉണ്ടായി. ശബ്ദമൊന്നും കേട്ടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ വിചാരിച്ച കാക്കയെല്ലാം കൂടി അതിനെ കൊണ്ടുപോയി കാണും, പറന്ന് പോയി കാണും എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നമുക്ക് തെറ്റുപറ്റി. മൂന്നാമത്തെ ദിവസം രാവിലെ കതക് തുറന്നപ്പോൾ അത് വീടിൻ്റെ ഫ്രണ്ട് വാതിലിൽ തന്നെ ആ കാക്ക ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനെ ഉപദ്രവിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെന്തോ സംരക്ഷണം കിട്ടുമെന്നുള്ളത് അത് ധരിച്ചിരിക്കും. എന്തായാലും അവിടെ വെച്ച് അത് പതുക്കെ നടന്ന് പോകുന്നതും അത് വീണ്ടും ചെടിയുടെ ചുവട്ടിലും അതിൻ്റെ മുകളിലോട്ടുമൊക്കെ കഷ്ടിച്ച് കയറാൻ നോക്കുന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തി. മറ്റു കാക്കകളെല്ലാം കൂടി വീണ്ടും ഇതിനെ ട്രെയിൻ ചെയ്യിക്കാൻ ശ്രമിക്കുകയും അവസാനം കുറച്ച് ഉയരങ്ങളിലേക്ക് ഒരു മതിലിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്തു. അവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഈ ചിറകുകൾക്ക് ശക്തി സംഭരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ചിറകുകൾക്ക് ശക്തി സംഭരിക്കാൻ ഈ കാക്ക വലുതായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അതിന് ആ ശക്തി കിട്ടാതിരിക്കുന്നത്. ശ്രമിക്കുമ്പോൾ അതിന് കുറച്ച് ശക്തി കിട്ടുന്നുണ്ട്. പക്ഷേ നല്ലൊരു പരിശ്രമം, ഒരു അശ്രാന്ത പരിശ്രമം, താഴേക്ക് വീണാലും വീഴട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പരിശ്രമം അതിൽ നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അത് മുകളിലേക്ക് ഉയരാൻ സാധിക്കാതിരിക്കും. കുറച്ച് നേരം കൂടെ ഞാൻ നിരീക്ഷിച്ചു. അവസാനം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് പതുക്കെ ഇതിനെ ട്രെയിൻ ചെയ്യിച്ച് മറ്റ് കാക്കകൾ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. നമ്മളതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? നമുക്ക് വലിയൊരു പാഠം ഇതിൽ നിന്ന് പഠിക്കാം. നമ്മളും ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം താമസിക്കുന്നവരും അല്ലെങ്കിൽ നമ്മൾ അത്രയും കഴിവുകൾ പ്രകടമായിട്ട് കാണിക്കാത്തവരും അവർക്കൊരു സഹായം കിട്ടുമ്പോൾ അവരത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ കൂടുതൽ സമയമെടുക്കും സ്വന്തമായിട്ടൊരു ശേഷി ഉണ്ടാക്കി മുകളിലേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട അല്ലെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശക്തി സംഭരിച്ച് നമ്മൾ വളരെയധികം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഉയരങ്ങളിലേക്ക് പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ശക്തി കിട്ടുന്നത്.